നമസ്തേ. ഈ ലെവൽ 2 സംസ്കൃതത്തിൻ്റെ നമ്മൾ അവസാനത്തെ വീഡിയോ ആണിത്. അപ്പോൾ അതിൽ സിംഹാവലോകനം നമ്മൾ കണ്ട പദമാണിത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? റിവിഷൻ. ഇതുവരെ കണ്ട കാര്യങ്ങളൊന്നും പറയാം. പദാനി ശബ്ദാഹ, രണ്ടും ഒരേ അർത്ഥമുള്ള വേർഡ്സ് ആണ്. ശബ്ദഃ ശബ്ദാഹ. ശബ്ദഃ ഏകവചനം, ശബ്ദാഹ ബഹുവചനം. അകാരാന്ത പുല്ലിംഗ ശബ്ദം. പദം പദാനി. പദം അകാരാന്ത നപുംസകലിംഗ ശബ്ദം. അതുകൊണ്ട് അതിൻ്റെ ബഹുവചനം പദാനി. ഇപ്പോൾ ശബ്ദങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ. ഇപ്പോൾ ശബ്ദങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ എത്ര തരമുണ്ട്? ഒന്ന് നാമപദം, രണ്ടാമത്തത് ക്രിയാപദം, മൂന്നാമത്തത് അവ്യയം. അവ്യയങ്ങൾ മാറാത്തതാണ്. കുറച്ച് അവ്യയങ്ങളെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. നാമപദങ്ങളുണ്ട്, ക്രിയാപദങ്ങളുണ്ട്. ക്രിയയെ സൂചിപ്പിക്കുന്നതാണ് ക്രിയാപദങ്ങൾ, നാമത്തിനെ സൂചിപ്പിക്കുന്നത് നാമപദങ്ങൾ. ക്രിയാപദത്തിൽ നമ്മൾ വർത്തമാനകാലം കുറേ കണ്ടു. ഇപ്പം ഗച്ഛതി, ആഗച്ഛതി, ഉപവിശതി, അതിൻ്റെ പല പല രൂപങ്ങൾ അത് നമ്മൾ കണ്ടു. ഭൂതകാലം കുറച്ച് കണ്ടു നമ്മൾ. ഈ സ്മ എന്ന് പറഞ്ഞ ഒരു അവ്യയം വർത്തമാനകാലത്തിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അത് ഭൂതകാലമാകും എന്ന് നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അതേപോലെ പ്രാർത്ഥനാർത്ഥേ നമ്മൾ അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥനാപൂർവം പറയാണ്, ആ ഒരു ക്രിയാപദവും നമ്മൾ കണ്ടു. ഇരിക്കൂ, ഉപവിശതു, വരൂ, ആഗച്ഛതു എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. നാമപദത്തിൽ നമ്മൾ നാമപദങ്ങളുടെ വിഭക്തി ഏതൊക്കെയാണ്? അകാരാന്ത നപുംസകലിംഗം, അകാരാന്ത പുല്ലിംഗം, ആകാരാന്ത സ്ത്രീലിംഗ പദങ്ങളുടെ എല്ലാ വിഭക്തികളും, 7 വിഭക്തികളും പിന്നെ സംബോധന വിഭക്തിയും നമ്മൾ കണ്ടു. കുറച്ചൊക്കെ ഇനിയും കുറച്ച് ആഴത്തിൽ നോക്കാനുണ്ട്. പിന്നീടോ നാമപദത്തിൻ്റെ ലിംഗം, 3 ലിംഗങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഒന്ന് പുല്ലിംഗം, ഒന്ന് സ്ത്രീലിംഗം, ഒന്ന് നപുംസകലിംഗം. അന്തഃ, അന്തം ഈ 3 നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ അന്തം എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്? ഒന്നില്ലെങ്കിൽ സ്വരങ്ങൾ അന്തമായിട്ട് വരാം, അല്ലെങ്കിൽ വ്യഞ്ജനങ്ങൾ അന്തമായിട്ട് വരാം. സ്വരങ്ങൾ അന്തമായിട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ അജന്ത ശബ്ദങ്ങൾ എന്ന് പറയുന്നു. വ്യഞ്ജനങ്ങൾ അന്തമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് ഹലന്ത ശബ്ദങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പം അതിനും സാമാന്യനെ നമ്മൾ കണ്ടു. വചനം, 3 വചനങ്ങൾ, ഏകവചനം, ദ്വിവചനം, ബഹുവചനം. പുരുഷഃ, 3 പുരുഷന്മാരുണ്ട്. ഉത്തമ പുരുഷഃ, മധ്യമ പുരുഷഃ, പ്രഥമ പുരുഷഃ. പൊതുവെ ഞാൻ, നമ്മൾ 2 പേര്, നമ്മളെല്ലാവരും എന്ന് വരുമ്പോൾ അത് ഉത്തമ പുരുഷൻ. നീ, നിങ്ങൾ 2 പേര്, നിങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ മധ്യമ പുരുഷൻ. അതല്ലാതെ വേറെ എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം പ്രഥമ പുരുഷനിൽ വരും. അതും നമ്മൾ കണ്ടു. ഇനി കുറച്ച് വിഷയങ്ങൾ എന്തൊക്കെയാണ്? സംഖ്യകളെ പറ്റി നമ്മൾ കണ്ടു. 1 മുതൽ 20 വരെയുള്ള സംഖ്യകളാണ് തോന്നുന്നു. സംഖ്യകൾ. വാസരാഹ, ദിവസങ്ങൾ, അവരുടെ പേര് നമ്മൾ കണ്ടു. മാസങ്ങൾ കണ്ടു. സ്മ എന്ന അവ്യയം വർത്തമാനകാല ക്രിയാപദത്തിൻ്റെ കൂടെ സ്മ ചേർക്കുകയാണെങ്കിൽ അത് ഭൂതകാലമായി മാറും, അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ കണ്ടു. ണത്വവിധാനം, ന എന്ന അക്ഷരം എപ്പോഴാണ് ണ ആകുന്നത്? ണ, അതിൻ്റെ നിയമങ്ങൾ നമ്മൾ കണ്ടു. സർവനാമ ശബ്ദങ്ങൾ, നാമപദം തന്നെയാണ്, പക്ഷെ സർവനാമ ഏതാണ്? കുറച്ച് സർവനാമ എല്ലാവർക്കും ഉപയോഗിക്കുന്ന പദങ്ങൾ. സഹ, സാ, ഏഷഃ, ഏഷാ, താത്ത്, ഏതത്, തത് എന്ന കുറച്ച് പദങ്ങൾ നമ്മൾ കണ്ടു, സർവനാമ ശബ്ദങ്ങൾ. പ്രശ്നവാചക ശബ്ദങ്ങൾ നമ്മൾ കണ്ടു. കഹ, കം, കിം, കഥ, കുത്ര എന്ന പ്രശ്നം നമ്മൾ ചോദ്യം ചെയ്യുമല്ലോ. ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പദങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അത് കുറച്ച് നമ്മൾ കണ്ടു. വിഭക്തികൾ നമ്മൾ വിശദമായിട്ട് കുറച്ചൊക്കെ കണ്ടു, ഇനിയും കാണാനുണ്ട്. അന്വയം, എങ്ങനെയാണ് നമ്മൾ അന്വയം എഴുതുക? ശ്ലോകങ്ങളുടെ, ശ്ലോകത്തിൻ്റെ അന്വയം ഏതെന്ത്, ആ പടികൾ, സ്റ്റെപ്സൊക്കെ എന്താണ് എന്ന് നമ്മൾ കണ്ടു. ക്രിയാപദാനി, ക്രിയാപദങ്ങൾ നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർത്തമാനകാല, ഭൂതകാല, പ്രാർത്ഥനാർത്ഥേ ക്രിയാപദങ്ങൾ. ക്രിയാപദങ്ങളുടെ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇനിയും പോകാനുണ്ട്. അത് നമ്മൾ അടുത്ത ലെവലിലാകുമ്പോൾ നമുക്ക് പോകാം. സമയഃ, സമയത്തിനെ പറ്റി നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഒരു മണി, അതിൻ്റെ പാദം, അർദ്ധം, മുഴുവനായിട്ടുള്ള മണി, മുക്കാല്, ഇപ്പോൾ 1:45, 1:15, 1:30 ഒക്കെ എങ്ങനെ സൂചിപ്പിക്കണം എന്നുള്ള അതും കൂടി നമ്മൾ കണ്ടു. പിന്നെ കുറേ കഥകൾ നമ്മൾ കണ്ടു. സുഭാഷിതങ്ങൾ, കഥാഹ എന്ന് പറയുമ്പോൾ ബഹുവചനം, കഥാഹ,
സുഭാഷിതങ്ങൾ, സുഭാഷിതാനി, ശ്ലോകാഹ ബഹുവചനം ശ്ലോകങ്ങൾ, പ്രഹേളികാഹ പ്രഹേളികകൾ, പക്ഷെ അത് ഈ ലെവലിൽ അധികം നമ്മൾ കണ്ടിട്ടില്ല. സംഭാഷണാനി സംഭാഷണങ്ങൾ നമ്മൾ കുറച്ച് കണ്ടു. സംഭാഷണാനി ബഹുവചനമാണ്. സംഭാഷണം, സംഭാഷണേ, സംഭാഷണാനി. അപ്പം ഇത്രയാണ് രണ്ടാമത്തെ ലെവലിൻ്റെ സിംഹാവലോകനം. അപ്പം അടുത്ത ലെവൽ കയറുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പുസ്തകം പോലെ ഒരു മാനുവൽ PDF ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാം. അത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമസ്തേ.